ഈ മൂകാംബിക എന്ന് പേര് വരാൻ കാരണം മൂകാസുര എന്നൊരു അസുരന് സംഹരിക്കത് കൊണ്ട് മൂകാംബിക എന്ന് പേര് വന്നത്. സർവജ്ഞപീഠത്തിലെ കയറാൻ വേണ്ടിയിട്ട് നേരം അവർക്ക് ഒരു ജ്ഞാനദൃഷ്ടി. ആ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയപ്പോൾ അവർക്ക് നോക്കിയത് കൊടച്ചാദ്രി. നേരെ അവിടെ വന്നിട്ട് അവിടെ ഒരു സർവജ്ഞപീഠം ചെയ്ത് അത് കയറാൻ സമയത്തിൽ അവർക്ക് ഒരു അശരീരവാണിയായി. എന്താന്നാൽ ലിംഗത്തിൽ മുകളിൽ ഒരു ലിംഗം വെക്കാൻ നീನು ഒരു ജ്ഞാനിയാണോ എന്ന്. അപ്പോൾ അവന് പറഞ്ഞു, നിനക്ക് ನನ್ನ പേര് നീ ധരിക്കണമെന്ന്. അവൻ്റെ പേര് മൂകാസുരൻ. അതുകൊണ്ട് മൂകാംബിക എന്ന പേര് വന്നു. നമസ്കാരം സ്വാമി. നമസ്കാരം. നമസ്കാരം. അങ്ങപ്പം എത്ര വർഷമായിട്ടാണ് ഇവിടെ മൂകാംബികയിൽ താമസിക്കുന്നത്? ഇപ്പോൾ ഞാൻ ജനിച്ചത് ഇവിടെയാണ്. ഇപ്പോൾ എനിക്ക് 62 വയസ്സ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അച്ഛൻ എല്ലാം ഇവിടെ തന്നെ താമസിച്ചതാണ്. അവരൊക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് അമ്പലത്തിൽ ചണ്ഡി ഹോമം ചെയ്ത് വരാൻ ഒരു ഫാമിലിയാണ് ഞങ്ങൾ. പിന്നെ ഇവിടുത്തെ അമ്മയുടെ വിചാരത്തിൽ എന്തെന്തൊക്കെ കഥകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അറിയാവുന്നത് പറയാം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ മൂകാംബികയാണ്. ഈ മൂകാംബിക എന്ന് പേര് വരാൻ കാരണം മൂകാസുര എന്നൊരു അസുരന് സംഹരിക്കത് കൊണ്ട് മൂകാംബിക എന്ന് പേര് വന്നത്. മുഖ്യമായിട്ട് ശങ്കരാചാര്യർ അവർ സന്യാസ എടുത്ത അപ്പുറം സർവജ്ഞപീഠത്തിലെ കയറാൻ വേണ്ടിയിട്ട് നേരം അവർക്ക് ഒരു ജ്ഞാനദൃഷ്ടി. ആ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയപ്പോൾ അവർക്ക് നോക്കിയത് കൊടച്ചാദ്രി. നേരെ അവിടെ വന്നിട്ട് അവിടെ ഒരു സർവജ്ഞപീഠം ചെയ്ത് അത് കയറാൻ സമയത്തിൽ അവർക്ക് ഒരു അശരീരവാണിയായി. എന്താന്നാൽ ലിംഗത്തിൽ മുകളിൽ ഒരു ലിംഗം വെക്കാൻ നീನು ഒരു ജ്ഞാനിയാണോ എന്ന്. അപ്പോൾ അവർ പിന്നെ എവിടെ ഉണ്ട് ലിംഗം എന്ന്. അപ്പോൾ അവർ ജ്ഞാനശക്തിയിൽ ഇരുന്ന് തപസ് ചെയ്തപ്പോൾ അവർ കണ്ടത് ഇവിടെ കൊല്ലൂരിലുള്ള ഉദ്ഭവലിംഗം. അത് എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ലിംഗമുണ്ട്. ലിംഗം എന്നാൽ ഈശ്വരനും ആവാം. ഇതെന്താ ലിംഗം അന്ന് പിന്നെ തപസ് ചെയ്തു. തപസ് ചെയ്യുമ്പോൾ അമ്മ അവർക്ക് പ്രത്യക്ഷമായി. പ്രത്യക്ഷമാവുമ്പോൾ മഹാലക്ഷ്മി സ്വരൂപത്തിൽ പ്രത്യക്ഷമായത്. ശംഖചക്ര വരദ അഭയ പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ആ സ്വരൂപത്തിൽ അവരും അമ്മ പ്രത്യക്ഷമായി ശങ്കരാചാര്യർക്ക്. അപ്പോൾ പ്രത്യക്ഷമായപ്പോൾ അവർ ചോദിച്ചു, അമ്മയാണോ ലിംഗത്തിലുള്ളത്? ശരി, അന്ന് നമസ്കരിച്ചു. പിന്നെ അമ്മ അവർക്ക് അനുഗ്രഹിച്ചു. ഇവിടുത്തെ വിശേഷം എന്നാൽ ആ ലിംഗത്തിൽ സ്വർണരേഖ ഉണ്ട് പൂർവ പശ്ചിമമായിട്ട്. ആ രേഖ ഇടഭാഗം ശക്തിഭാഗം, ബലഭാഗം ശിവഭാഗം. ഇടഭാഗത്തിൽ കാളി, ലക്ഷ്മി, സരസ്വതി, ബലഭാഗത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ. ഇങ്ങനെ ശിവശക്തി ഐക്യമായ ദമ്പതിയുക്തമായ ഒരു ഉദ്ഭവലിംഗമാണത്. ആ ലിംഗത്തിലുള്ള എല്ലാ വിവരങ്ങളും ശങ്കരാചാര്യർക്ക് അറിയായി.
പിന്നെ അവർ ഒരു ശ്രീചക്രം സ്വർണത്തിൽ എഴുത് ആ പാണിപീഠ എന്ന് പറയും നമ്മൾ, ഈ നിങ്ങൾ നോക്കാൻ പീഠം കാണില്ലേ അത്, അതിൽ താളിൽ വെച്ച് പൂജിച്ച് പിന്നെ അവർ അമ്മയുടെ അനുഗ്രഹം മേടിച്ച് ഇവിടുന്ന് പിന്നെ കേരളത്തിൽ പോയി. പിന്നെ അവിടെ കാശ്മീരം പോയി അവിടെ സർവജ്ഞപീഠം കയറി. ഈ സർവജ്ഞപീഠം ഇപ്പോഴും ഉണ്ട് അവിടെ, എവിടെ കൊട്ടച്ചാദ്രിയിൽ. അവരവിടെ എന്തോ ഒരു ലിംഗം വെക്കാൻ പോയത് കൊണ്ട് ഇതിത്ര കഥ വന്നത്. പിന്നെ മൂകാംബിക എന്ന് എന്തിന് പേര് വന്നു എന്ന്, ഈ പേര് വന്നത് ഒരു അസുരനാണ്. അവನ പേര് കംഹാസുര. ഈ കംഹാസുരന് ഈ ദേവന്മാർക്കെല്ലാം ഉപദ്രവിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദേവന്മാരെല്ലാം പോയി അമ്മയടുത്ത്, നമുക്കിങ്ങനെ ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് രക്ഷിക്കണമെന്ന്. അപ്പോൾ ദേവി വന്നപ്പോൾ ഒരേ ദേവന്മാരും അമ്മയുടെ കൂടെ വന്നു. അപ്പോൾ ഈ കംഹാസുരനക്കും പിന്നെ ദേവിക്കും യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ചില ദേവന്മാരെ കൊണ്ടുപോയിട്ട് ഉള്ളിൽ വെച്ചു, ഈ കംഹാസുരന്. അപ്പോൾ അമ്മ സ്വതः യുദ്ധത്തിൽ വന്നപ്പോൾ ഇവിടെ ശുക്ലതീർത്ഥ എന്നൊരു അമ്പലമുണ്ട്, അവിടെ ഈശ്വരനാണ്, സിദ്ധേശ്വര എന്ന് പേര്. അവിടെ ഈ ഈശ്വരനടുത്ത് ഈ കംഹാസുരന് പോയിട്ട് തപസ് ചെയ്തു. തപസ്സിൽ ഈശ്വരന് പ്രത്യക്ഷമായപ്പോൾ എന്താ വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ ദേവന്മാർക്കെല്ലാം അറിയൂ എങ്ങനെ ചെയ്യണമെന്ന്. ഈ സരസ്വതി പോയിട്ട് ഈ കമ്മാസുരൻ്റെ നാക്കിൽ ഇരുന്നപ്പോൾ എന്താ ചോദിച്ചാലും എന്ന് പറയാം. അപ്പോൾ ഈശ്വരനക്ക് വളരെ വേഗത്തിലാണ് കോപം വരുന്നത്, ശീഘ്ര കോപി. ഉടനെ ശാപം കൊടുത്തു, നീ മൂക്കനായിട്ടേ പോവെന്ന്. അപ്പോൾ അവന് മൂക്കാസുരനായി, കമ്മാസുരന് പോയിട്ട് മൂക്കാസുരനായി. ആ മൂക്കാസുരന് അമ്മയുടെ പിന്നെ യുദ്ധത്തിൽ വന്നു. അമ്മയ്ക്കും മൂക്കാസുരനക്കും യുദ്ധമായിട്ട് ഇവിടെ ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് മാരണക്കട്ടെ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അവനക്ക് മോക്ഷം കൊടുത്തത് അമ്മ. കൊടുക്കുമ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് എന്താ വേണമെന്ന്. അപ്പോൾ അവന് പറഞ്ഞു, നിനക്ക് ನನ್ನ പേര് നീ ധരിക്കണമെന്ന്. അവന് പേര് മൂക്കാസുരൻ. അതുകൊണ്ട് മൂകാംബിക എന്ന് പേര് വന്നു. ഇങ്ങനെയാണ് ഐതിഹ്യം. അപ്പോൾ ഈ ഉദ്ഭവലിംഗം എന്നാൽ എവിടെയും ഇങ്ങനെ ഇടഭാഗം ജാസ്തി ഇല്ല. സ്വർണരേഖാങ്കിതം ലിംഗം നാസ്തി ജഗത്രയെ വാമഭാഗാധികം ലിംഗം നഭൂതോ ന ഭവിഷ്യതി. എന്നാൽ ഇങ്ങനെ ഒരു ഉദ്ഭവലിംഗം എവിടെയും ഇല്ല. അങ്ങനെ ഒരു സ്വർണരേഖ, അതിലും ഇടഭാഗം ജാസ്തിയായിട്ട് എവിടെയും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ലിംഗം ഇതുവരെ വന്നിട്ടില്ല, ഇനി വരില്ല. വാമഭാഗാധികം എന്നാൽ ഇവിടെ സ്ത്രീശക്തി ജാസ്തി. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ, ഇതിൽ സ്ത്രീശക്തി തന്നെ ജാസ്തി ഉണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ സ്ത്രീ പ്രാധാന്യം. സങ്കല്പം മഹാലക്ഷ്മി എന്നാണ് ഇവിടുത്തെ സങ്കല്പം പൂജ ചെയ്യുമ്പോൾ. മൂകാസുരന് വധ ചെയ്തത് കൊണ്ട് അവന് ನಮ್ಮ പേര് നീന് ധരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മൂകാംബിക എന്ന് പേര് വന്നത്.